നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ബാർക്കോഴ കേസിൽ കെ എം മാണിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് അന്തിമ റിപ്പോർട്ട് നൽകാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് വിജിലൻസ് ഡയറക്ടർ കർശന നിർദ്ദേശം നൽകിയിരുന്നുവെന്ന് വിജിലൻസ് കോടതി. വിജിലൻസ് ഡയറക്ടർ SP സുകേശനോട് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനെക്കുറിച്ച് അഭിപ്രായം പറയുക മാത്രമാണ് ചെയ്തത് എന്ന വിജിലൻസിന്റെ വാദം കോടതി തള്ളി. വിജിലൻസ് ഡയറക്ടർക്കും അന്വേഷണ ഉദ്യോഗസ്ഥനും കേസന്വേഷണത്തിൽ തുല്യ അധികാരമാണെന്ന വിജിലൻസിന്റെ വാദവും കോടതി നിരാകരിച്ചു. ഫോൺ ലൊക്കേഷൻ അടക്കമുള്ള ശാസ്ത്രീയമായ തെളിവുകൾ അമ്പിളിയുടെ മൊഴിയെ സാധൂകരിക്കുന്നതാണെന്നും കോടതി വ്യക്തമാക്കി. ബാർക്കോഴ കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിലെ വിജിലൻസിന്റെ എതിർവാദത്തിനിടെയാണ് കേസിലെ വളരെ നിർണായകമായ ചില കാര്യങ്ങൾ കോടതി പറഞ്ഞത്. മാണിയെ കുറ്റമുക്തനാക്കിക്കൊണ്ട് റിപ്പോർട്ട് നൽകാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് ഡയറക്ടർ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും അഭിപ്രായം പറയുക മാത്രമാണ് ചെയ്തതെന്നും വിജിലൻസിന് വേണ്ടി ഹാജരായ അഡീഷണൽ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ G ശശീന്ദ്രൻ കോടതി മുമ്പാകെ പറഞ്ഞു. എന്നാൽ വിജിലൻസിന്റെ ഈ വാദം കോടതി പൂർണ്ണമായും തള്ളി. മാണിയെ കുറ്റമുക്തനാക്കിക്കൊണ്ട് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് ഡയറക്ടർ അന്വേഷണ ഉദ്യോഗസ്ഥന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വിജിലൻസ് ഡയറക്ടർ അന്വേഷണ ഉദ്യോഗസ്ഥന് അയച്ച കത്തിൽ ഇത് വ്യക്തമാണെന്നും ജഡ്ജി ജോൺ കെ ഇല്ലിക്കാടൻ പറഞ്ഞു. വിജിലൻസ് ഡയറക്ടർക്കും അന്വേഷണ ഉദ്യോഗസ്ഥനും കേസന്വേഷണത്തിൽ ഒരേ അധികാരമാണെന്ന വിജിലൻസിന്റെ വാദവും കോടതി നിരാകരിച്ചു. കേസന്വേഷണത്തിന്റെ മുഴുവൻ ചുമതലയും അന്വേഷണ ഉദ്യോഗസ്ഥനാണെന്നും വിജിലൻസ് ഡയറക്ടറെ സ്റ്റേഷൻ അധികാരിയായി കണക്കാക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി. സുപ്രീം കോടതിയിലെ സ്വകാര്യ അഭിഭാഷകരിൽ നിന്ന് വിജിലൻസ് നിയമോപദേശം തേടിയത് തെറ്റായ നടപടിയാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു. എന്നാൽ സോളിസിറ്റർ ജനറലിനോട് 2 തവണ നിയമോപദേശം ചോദിച്ചെങ്കിലും ലഭിച്ചില്ലെന്നും വിജിലൻസ് ഡയറക്ടറുടെ സംതൃപ്തിക്ക് വേണ്ടിയാണ് സ്വകാര്യ അഭിഭാഷകരിൽ നിന്ന് നിയമോപദേശം തേടിയതെന്നുമാണ് വിജിലൻസ് മറുപടി നൽകിയത്. ADGP ആയിരുന്ന ജേക്കബ് തോമസ് ഒരു ഘട്ടത്തിലും കേസന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല വഹിച്ചിട്ടില്ലെന്നും കേസിന്റെ ഫയൽ ജേക്കബ് തോമസ് തൊട്ടുനോക്കുക പോലും ചെയ്തിട്ടില്ലെന്നും വിജിലൻസിന്റെ അഭിഭാഷകൻ കോടതി മുമ്പാകെ പറഞ്ഞു. കേസിൽ LDF കൺവീനർ വൈക്കം വിശ്വന്റെയും VS സുനിൽകുമാർ MLAയുടെയും വാദങ്ങൾ ഇന്ന് പൂർത്തിയായി. വിജിലൻസിന്റെ വാദം നാളെയും തുടരും. സൈഫ് സൈനുലാബ്ദീൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയം ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നു. VS സുനിൽകുമാർ MLA തൃശൂർ സ്റ്റുഡിയോയിൽ നിന്ന്, ആന്റണി രാജു തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ അല്പസമയത്തകം എത്തുമെന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ VS സുനിൽകുമാർ, കോടതി ഇത്രയധികം കടുത്ത പരാമർശങ്ങൾ ഈ അന്തിമ റിപ്പോർട്ടിന്മേൽ നടത്തി എന്നതുകൊണ്ട് ഈ കേസിൽ അന്തിമ റിപ്പോർട്ട് കോടതി തള്ളാൻ പോവുകയാണ്, ഒരു നിലയ്ക്കും നിലനിൽക്കുന്നതല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? അല്ല, എന്തൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. കാരണം ഇത് കോടതിയുടെ മുമ്പിലിരിക്കുന്ന കാര്യമാണ്. കോടതി നാളെ എന്താണ് പറയാൻ പോകുന്നത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞങ്ങളുടെ വാദഗതിയെ സംബന്ധിച്ച് കോടതി വളരെ അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ, ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ സുകേശനാണ് ഇതിൻ്റെ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി FIR രജിസ്റ്റർ ചെയ്ത ആൾ. ആ FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യൻ എവിഡൻസ് ആക്ട് അനുസരിച്ചുള്ള ഓറൽ എവിഡൻസും ഡോക്യുമെന്റൽ എവിഡൻസും സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ KM മാണി ഈ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ചുള്ള ഇന്ന കുറ്റങ്ങൾ ചെയ്തിരിക്കുന്നുവെന്നും അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ പ്രഥമ ദൃഷ്ട്യ കേസെടുക്കണമെന്നും എന്ന് മാത്രമല്ല ഇതിന്റെ പിന്നിലുള്ള കോടികളുടെ ഇടപാടിനെ സംബന്ധിച്ചുള്ള തലനാരിഴ കീറിയിട്ടുള്ള വിശദമായ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ് എന്നും പറഞ്ഞ സുകേശൻ പിന്നീട് നടന്ന നിരന്തരമായിട്ടുള്ള അന്വേഷണത്തിന് ശേഷം വളരെ ലാഘവത്തോടുകൂടി ഇതിന്റെ സുപ്രധാനമായിട്ടുള്ള തെളിവുകൾ പോലും തെറ്റാണ് അല്ലെങ്കിൽ ദുർബലമാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കാനിടയ്ക്ക് സാഹചര്യം പിന്നെ സുകേശന്റെ മേൽ വിജിലൻസ് ഡയറക്ടറും ഗവൺമെന്റും നിങ്ങളുടെ വാദം ശരിവെച്ചുകൊണ്ടാണ് ആന്റണി രാജു ടെലിഫോണിൽ. ശ്രീ ആന്റണി രാജു, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഈ കേസ് അന്വേഷണത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ SP-ക്കും ഒപ്പം വിജിലൻസ് ഡയറക്ടർക്കും തുല്യാധികാരമാണ് ഉള്ളത് എന്ന വിജിലൻസിന്റെ വാദം കോടതി നിരാകരിച്ചിരിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനാണ് കേസ് അന്വേഷണത്തിൽ കൂടുതൽ പ്രാധാന്യമെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. 2, ഇക്കാര്യത്തിൽ വിജിലൻസ് ഡയറക്ടർ വിൻസൻ അമ്പോളിന്റെ കത്തിൽ നിന്ന് സുവ്യക്തമാണ് അദ്ദേഹം ഈ കാര്യത്തിൽ അഭിപ്രായം പറയുക മാത്രമല്ല ചെയ്ത് മാണിയെ ഒഴിവാക്കണമെന്ന കർശനമായ നിർദ്ദേശം നൽകി എന്ന് വ്യക്തമാകുന്നുണ്ടോ എന്ന്. സർക്കാരിന്റെ താല്പര്യം നടപ്പിലാക്കുകയാണ് ഇക്കാര്യത്തിൽ ചെയ്തത് എന്ന് ഇതിൽ കൂടുതൽ തെളിവിന് ആവശ്യമുണ്ടോ? അല്ല, ഇത് ഇന്ന് കോടതിയിൽ നടത്താത്ത പരാമർശങ്ങളെ കോടതി നടത്തിയെന്ന് പറഞ്ഞ് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. ഇങ്ങനെയൊന്നും അല്ല കോടതിയിൽ നടന്നത്. ആ കോടതിയിൽ നടന്ന കാര്യങ്ങൾ ഇങ്ങനെയേ അല്ല. ഇന്ന് വാദം പറയേണ്ടിരുന്ന അഡ്വക്കേറ്റ് ഉദയഭാനു വിജിരമേഷിന്റെ അഭിഭാഷകൻ ഹാജരായിരുന്നില്ല. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം പ്രോസിക്യൂട്ടറോട് കാര്യങ്ങൾ വാദം പറയാൻ ആവശ്യപ്പെട്ടു. പ്രോസിക്യൂഷൻ വാദങ്ങൾ ഇന്ന് പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവസാനം കോടതി പറഞ്ഞു നാളെ വാദം തുടരുമ്പോൾ ഈ 2-3 കാര്യങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം പറയണമെന്നുള്ള അല്ലാതെ കേസിന്റെ വാദം നടക്കുന്ന ഘട്ടത്തിൽ കോടതി എന്തെങ്കിലും ഒരു പരാമർശം നടത്തിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചാൽ എന്തെങ്കിലും ഒരു അഭിപ്രായ പ്രകടനം നടത്തിയാൽ ഉടനെ അതെല്ലാം ഒരു വിധിയാണ് എന്ന അഭിപ്രായമില്ല. ശ്രീ ആന്റണി രാജു, ഇക്കാര്യത്തിൽ കോടതി നടത്തുന്ന നിരീക്ഷണം എങ്ങനെയാണ്? വിജിലൻസ് ഡയറക്ടർ വിൻസൻ പോളിന്റെ കത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതി പറയുകയാണ്, ഈ കത്തിൽ നോക്കിയാൽ മനസ്സിലാകും ഇത് അഭിപ്രായ പ്രകടനമല്ല, ഇത് കർശന നിർദ്ദേശമാണ് എന്ന്. അങ്ങനെ ഒരു ഡോക്യുമെന്റ് മുന്നിൽ വെച്ചിട്ടാണ് കോടതി സംസാരിക്കുന്നത്.
അതെ, അത് തന്നെയാണ് കർശന വിൻസെന്റ് പോളിന് നിർദ്ദേശം കൊടുക്കാൻ വിൻസെന്റ് പോളിന് അധികാരമുണ്ടെന്നുള്ളത് നാളെ പ്രോസിക്യൂട്ടർ കോടതിന് മുമ്പിൽ തെളിയിച്ചു കൊടുക്കും. അക്കാര്യത്തിലും കോടതി വിശദീകരണം നൽകിയിട്ടുണ്ടല്ലോ. നിങ്ങൾ പറയുന്നു ഇക്കാര്യത്തിൽ തുല്യാധികാരമുണ്ട് വിജിലൻസ് ഡയറക്ടർക്കും അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് പിക്കും. അങ്ങനെയല്ല. അന്വേഷണ ഉദ്യോഗസ്ഥനാണ് കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ടയാൾ. അയാൾക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ പ്രോമിനൻസ് ഉണ്ട് എന്ന കാര്യവും കോടതി ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണല്ലോ അതിനുള്ള മറുപടി നാളെ പറയുമ്പോൾ കേട്ടോളൂ അഭിലാഷ്. നാളെ ഈ കോടതി ഇന്ന് ഉന്നയിച്ച സംശയങ്ങൾക്ക് ഇന്ന് നിവാരണം കൊടുക്കുന്ന വിധത്തിലുള്ള മറുപടി നാളെ പ്രോസിക്യൂട്ടർ കോടതി പറയുമ്പോൾ കോടതിക്ക് ബോധ്യമാകുന്നത്. അത് മാത്രമല്ല, ഇതെല്ലാം വാദം കേട്ടതിന് ശേഷം ഏതെങ്കിലും ഒരു വാലും തുമ്പം കേട്ടിട്ട് ആന്റണി രാജു, അതായത് ഈ കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് പിക്കാണോ അതോ വിജിലൻസ് ഡയറക്ടർക്കാണോ അധികാരം കൂടുതലെന്ന് കോടതി സംശയം ചോദിക്കുകയായിരുന്നു, അല്ലാതെ കോടതി തീർപ്പ് പറയുകയായിരുന്നില്ല എന്നാണ് താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും കോടതി സംശയം ചോദിക്കുകയായിരുന്നു. കോടതി ചില അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും സംശയങ്ങളും വാദമുഖങ്ങൾ ഉയർത്തുന്നതിനിടയ്ക്ക് ചോദിക്കുക പതിവാണ്. അതൊന്നും ഒരു അന്തിമ വിധിയായിട്ടോ അത് അന്തിമ പരാമർശമായിട്ടോ ആരും കണ്ട് ഇപ്പൊ മനം കുളിരേണ്ട കാര്യമില്ല. അന്തിമ റിപ്പോർട്ട് തള്ളണമോ വേണ്ടയോ എന്ന കാര്യത്തിലാണല്ലോ അന്തിമ വിധി വരേണ്ടത്. അത് വന്നിട്ടില്ല. പക്ഷേ ഇക്കാര്യത്തിൽ കോടതി വ്യക്തമാക്കുന്ന കാര്യം താങ്കൾ പറഞ്ഞതുപോലെ അല്ല. സംശയം ചോദിക്കുകയല്ല. കോടതി പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനും വിജിലൻസ് ഡയറക്ടർക്കും ഒരേ അധികാരമാണ് എന്ന വാദമുഖം ഉന്നയിക്കേണ്ട, അത് തെറ്റാണ് എന്നാണ്. മറ്റൊന്ന്, നിങ്ങളുടെ വിജിലൻസ് ഡയറക്ടർ നൽകിയിട്ടുള്ള കത്തിൽ നിന്ന് ബോധ്യപ്പെടുന്നത് ഇതൊരു കർശന നിർദ്ദേശം എന്ന നിലയ്ക്കാണ്, അഭിപ്രായ പ്രകടനം എന്ന നിലയ്ക്കല്ല. ഈ രണ്ട് വാദമുഖങ്ങളെ കോടതി നിരാകരിക്കുകയാണ് ഉണ്ടായത്, അല്ലാതെ കോടതി വിഷയത്തിൽ സംശയം ചോദിക്കുകയല്ല എന്നുണ്ടായത്. അല്ല, അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ റിപ്പോർട്ടർമാർ നൽകിയ തെറ്റായ വ്യാഖ്യാനങ്ങളാണ്. ഇന്ന് കോടതിയിൽ അങ്ങനെ കോടതി ഒരു ഉത്തരവ് പാസ്സാക്കിയിട്ടില്ല. കോടതി ചില സംശയങ്ങളും ചില അഭിപ്രായ പ്രകടനങ്ങളും മാത്രമാണ് നടത്തിയത്. അതൊന്നും ഒരു അന്തിമമായ വിധിയോ അന്തിമമായ നിഗമനങ്ങളോ ആണെന്നുള്ള അഭിപ്രായം എനിക്കുമില്ല. വി എസ് സുനിൽകുമാർ, ഇക്കാര്യത്തിൽ വിവിധ കേസുകളിൽ നമുക്കറിയാം കോടതികൾ നടത്തുന്ന ഇത്തരം പരാമർശങ്ങൾ അന്തിമ വിധിയെ പലപ്പോഴും സ്വാധീനിച്ച് കണ്ടിട്ട് പോലും ഇല്ലാത്ത കേസുകളുണ്ട്. ശ്രീ ആന്റണി രാജു പറയുന്നതും അതുതന്നെയാണ്. കോടതി ചില പാസീവ് കമന്റ്സ് നടത്തുകയാണ് ഇക്കാര്യത്തിൽ. ചില പരാമർശങ്ങൾ, ചിലപ്പോൾ ചില നിരീക്ഷണങ്ങൾ, അതിന് ഈ കേസിന്റെ മെറിറ്റുമായി ചിലപ്പോൾ പൂർണ്ണാർത്ഥത്തിൽ ബന്ധമുണ്ട് എന്ന് വരില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ മാണി കുഴപ്പത്തിലേക്ക് പോകുന്നു എന്ന തീർപ്പിന് സമയമായില്ല എന്നാണ്. അല്ല, ഞാൻ ഇപ്പോൾ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ആന്റണി രാജു പറയുന്ന പോലെ ഈ കേസിലെ അന്തിമ വിധി വന്നിട്ടില്ല. പക്ഷേ ഇന്ന് കോടതി ചില പരാമർശങ്ങൾ നടത്തിയത് നിങ്ങളെല്ലാം കേട്ട് കാണും. ഇന്ന് എനിക്ക് വേണ്ടി ഹാജരായിട്ടുള്ള സൂര്യ ബിനോയ് ഞങ്ങളുടെ വാദഗതികൾ ഉന്നയിച്ചതിന് ശേഷമാണ് ഇന്ന് ഇദ്ദേഹത്തിൻ്റെ ബിജു രമേശിൻ്റെ വക്കീൽ ഇന്ന് ഹാജരായിരുന്നില്ല. ഞങ്ങളുടെ വാദം കഴിഞ്ഞ് പ്രോസിക്യൂഷൻ്റെ വാദം ഇന്ന് അവിടെ നടക്കുകയുണ്ടായി. അതിനിടയിൽ നടന്നിട്ടുള്ള പരാമർശങ്ങൾ വളരെ വ്യക്തമാണ്. ഇവിടെ ആന്റണി രാജു പറഞ്ഞല്ലോ, അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മേൽ വിജിലൻസ് ഡയറക്ടർ ഇടപെടാൻ എന്താണ് ന്യായം എന്ന കാര്യം ഞങ്ങൾ നാളെ കോടതിയെ ബോധ്യപ്പെടുത്താൻ പോവാണെന്ന് പറഞ്ഞല്ലോ. എന്ത് ന്യായമാണ്? ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 173 അനുസരിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഈസ് ദ എംപറർ ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളത് ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ അടിസ്ഥാന തത്വമാണ്. ആ തത്വം തന്നെയാണ് സുപ്രീം കോടതി പല വെർഡിക്റ്റുകളിലൂടെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. അതിന് ഘടകവിരുദ്ധമായി അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിഗമനത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കത്ത് കൊടുക്കുകയും അന്വേഷണ ഉദ്യോഗസ്ഥന് വെറുതെ കത്ത് കൊടുത്തിരിക്കുകയല്ല. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കത്ത് കൊടുക്കുന്ന വിജിലൻസ് ഡയറക്ടറുടെ കീഴിൽ എന്തൊക്കെ ചെയ്യണമെന്ന് പറയുന്ന ഒരു മാനുവൽ ഉണ്ട്. ആ മാനുവൽ ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് ഘടകവിരുദ്ധമായിട്ടുള്ളതും നിയമസഭയുടെ അധികാരമില്ലാതെ ഗവൺമെന്റിന്റെ വെറും ഒരു ഗവൺമെന്റ് ഉത്തരവും ഒരു സർക്കുലർ മാത്രമാണ്. GOP 65/92 വിജിലൻസ് എന്ന ഒരു കത്തിൽ ആ ഒരു ഓർഡറിന്റെ 7ാമത്തെ പാരഗ്രാഫിലെ 3ാമത്തെ ഖണ്ഡികയിൽ പറയുന്ന ഒരു കാര്യം വായിക്കാൻ അവസരം തരണം. ഓൾ ഇൻവെസ്റ്റിഗേഷൻ എൻക്വയറി റിപ്പോർട്ട്സ് of the Vigilance Department after examination and approval by the Director of Vigilance Investigation shall be forwarded by him to the government in the Vigilance Department. On receipt of the report, the government will decide what the further action should be taken in the matter. ഇത് പറയുന്നത് എന്താ? ഈ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥനായിരിക്കുന്ന DGPക്ക് കൈമാറിയതിനു ശേഷം DGPയുടെ നിഗമനത്തെ പരിശോധിച്ചതിന് ശേഷം ആ നിഗമനം ഗവൺമെന്റ് സമർപ്പിക്കുകയും ഗവൺമെന്റ് ആ കാര്യത്തിലെടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചായിരിക്കണം ഇതിൽ തീരുമാനമെടുക്കേണ്ടത് എന്ന ഒരു പ്രൊസീജിയർ ഏത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിലുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡല്ല, ഈ വിജിലൻസിന്റെ ക്രിമിനൽ മാനുവലാണോ നിലനിൽക്കാൻ പോകുന്നത്, ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡാണോ നിലനിൽക്കാൻ പോകുന്നത്, നിയമയുദ്ധത്തിലേക്ക് തന്നെ പോവാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ
ഒരു മന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ മന്ത്രി അടങ്ങുന്ന ഗവൺമെന്റ് തന്നെ അന്തിമ തീരുമാനമെടുത്ത് ഡയറക്ടർ വഴി ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ FIR റിപ്പോർട്ടിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തിരിക്കുന്ന അക്ഷന്തവ്യമായിട്ടുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനത്തെയാണ് ഞങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്തിരിക്കുന്നത്. കോടതി നിയമപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ ഈ ആർഗ്യുമെന്റിനെ കോടതിക്ക് ഒരിക്കലും നിഷേധിക്കാൻ സാധ്യമല്ല. ഞാൻ വരാം വേഗം. ഇപ്പോൾ PC ജോർജ് ടെലിഫോൺ ലൈൻ. PC ജോർജ്, ഇന്ന് കോടതി നടത്തിയിരിക്കുന്ന 2 സുപ്രധാനമായ പരാമർശങ്ങളിൽ ഒന്ന് ഇക്കാര്യത്തിൽ കർശനമായ നിർദ്ദേശം നൽകലാണ് ഉണ്ടായത്. മാണിയെ ഒഴിവാക്കാൻ കേവലമായ നിർദ്ദേശം മാത്രമല്ല വിജിലൻസ് ഡയറക്ടർ ചെയ്തതെന്ന്. മറ്റൊന്ന്, വിജിലൻസ് ഡയറക്ടർക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് മേൽ 2 പേർക്കും തുല്യാധികാരമാണോ എന്ന ചോദ്യത്തിന് അങ്ങനെയല്ല എന്ന് കോടതി ഒരു തീർപ്പ് പറയുകയും ചെയ്തിരിക്കുന്നു. അതായത് സർക്കാർ അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ കേസ് കോടതിയിൽ എത്തും മുൻപ് തന്നെ അട്ടിമറിച്ചു എന്നതിന് ഇതിൽ പരം തെളിവിനി വേണോ? ഇപ്പോ ഞാൻ എന്റെ സുഹൃത്ത് വളരെ വ്യക്തമായി എന്റെ കാര്യങ്ങൾ, നിയമപരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആരെന്ത് പറഞ്ഞാലും ഒരു പ്രതി തൂക്കാൻ വിധിച്ചു കഴിഞ്ഞാലും ഞാൻ നിരപരാധിയാണെന്ന് പറയും. കയറാൻ പോകുമ്പോൾ ദൈവമേ ഞാൻ തെറ്റുപോയി ക്ഷമിക്കണമെന്ന് പറയും. അതുവരെ ഇങ്ങനെ നിൽക്കും. അതുപോലെ ആന്റണി രാജു എന്ന് പറയുന്ന കുറ്റക്കാരൻ, തെറ്റുകാരൻ, അത് കേരള കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ അപമാനമാണല്ലോ. ആ കുറ്റക്കാരൻ മാണിക്ക് വേണ്ടി ഇങ്ങനെ ആന്റണി രാജു പറയുന്നത് നമ്മളാരും വിഷമിക്കണം. ഒരു കാര്യം ഞാൻ പറയാം, ഈ വിജിലൻസ് ഡയറക്ടർ കുറ്റക്കാരനാണ്. വിജിലൻസ് ഡയറക്ടർക്ക് ഇങ്ങനെ കത്തടിച്ചു കൊടുക്കാൻ അധികാരമുണ്ടോ? അന്വേഷണ ഉദ്യോഗസ്ഥന് വളരെ വ്യക്തമായി നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് കേസ് എഴുതി തള്ളാൻ. ആ ഉത്തരവ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബഹുമാനപ്പെട്ട വിജിലൻസ് ജഡ്ജിയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ KM മാണിയുടെ മകനാണ് വിജിലൻസ് ജഡ്ജിക്ക് പോലും മാണിയെ ശിക്ഷിക്കാൻ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അല്ലെങ്കിൽ ഡയറക്ടറുടെ മകനാണ് ജഡ്ജിക്ക് പോലും നിയമത്തിന്റെ ABCD അറിയാവുന്നവനറിയാം അങ്ങനെ ഉത്തരവ് കൊടുക്കാൻ അധികാരമില്ല. വിജിലൻസ് ഡയറക്ടർ കേസിൽ ഇടപെട്ടു അന്വേഷണത്തിൽ തെളിയുക, അത് അങ്ങനെ കുറ്റക്കാരനാണ്. എനിക്ക് ദുഃഖമുണ്ട്. അങ്ങനെ നല്ല ഒരു ഓഫീസറാണ്. ഇങ്ങനെ കുഴപ്പം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു തന്നെ ഇപ്പോഴും പറഞ്ഞു, റാൻ മൂളിയാണ്. അധികാരികളുടെ മുമ്പിൽ മുട്ടുമടക്കി നിൽക്കുന്ന റാൻ മൂളി എന്നൊരു കുഴപ്പം അദ്ദേഹത്തിനുള്ളൂ. ഇല്ലെങ്കിൽ വളരെ സത്യസന്ധനായ ഒരു ഓഫീസറാണ് അങ്ങനെ. ആന്റണി രാജു, ഇക്കാര്യത്തിൽ ഡെമോക്രസിന്റെ വാൾ പോലെ സർക്കാരിന്റെ സമ്മർദ്ദം എല്ലാ കാലത്തും വിജിലൻസിന്റെ തലയ്ക്ക് മുകളിൽ കിടപ്പുണ്ട് എന്ന് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞ ആളാണ് വിൻസൻ എംബോൾ. ആ വിൻസൻ എംബോളിന്റെ ഇടപെടലിനെയാണ് ഇപ്പോൾ കോടതി ഇങ്ങനെ വിമർശിക്കുന്നത്. ഇപ്പോൾ 2 പേർക്കും ഒരേ അധികാരമല്ല, ഇങ്ങനെ ഇടപെടാൻ കഴിയില്ല എന്ന് കോടതി ഇപ്പോൾ ഇന്ന് വ്യക്തമാക്കുന്നുണ്ടല്ലോ. അതിന് നേരത്തെ സുനിൽകുമാർ പറഞ്ഞതുപോലെ CRPCക്ക് വിരുദ്ധമായി എന്ത് വാദഗതിയാണ് നിങ്ങൾ നാളെ കോടതിയെ ബോധിപ്പിക്കാനായി ഉന്നയിക്കാൻ പോകുന്നത്? CRPCക്ക് വിരുദ്ധമായി ഒരു നടപടിക്രമവും വിജിലൻസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ശ്രീ സുനിൽകുമാർ CRPCയിലെ ഒരു ഭാഗം മാത്രമാണ് വായിച്ചത്. 173 173 158 157 അനുസരിച്ച് വിജിലൻസ് കേസുകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ തീരുമാനമെടുക്കണം, ആര് തീരുമാനമെടുക്കണം എന്ന് പറയുന്നൊരു ഭാഗത്തിൻ്റെ ഒരു സെൻറ്റൻസ് ഞാൻ വായിക്കാം. 158(2) such a superior officer may give such instruction to the officer as he thinks fit എന്ന് പറഞ്ഞതിന് ശേഷം ഈ വിജിലൻസ് മാനുവലിൽ അദ്ദേഹം ചില ബോധപൂർവം ചില വാക്കുകൾ വിടുകയാണ്. വിജിലൻസ് മാനുവൽ 65/97 പറയുന്ന ഉത്തരവ് എന്താണെന്നറിയോ? അതിലിങ്ങനെയാണ് പറയുന്നത്: ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ എ റിപ്പോർട്ട് ഗിവിംഗ് ദ ഫാക്ട്സ് എവിഡൻസ് ആൻഡ് സർക്കംസ്റ്റൻസസ് ഇൻ ഈച്ച് കേസ് ഷാൽ ബി ഫോർവേഡഡ് ടു ദി ഡയറക്ടർ ത്രൂ ദി IGP, DG, DIG or police concern, and the final decision on a factual report either to prosecute an accused or subject him to an inquiry by vigilance tribunal or otherwise will be taken at the directorate. ആരാ? ഡയറക്ടറാണ്. ഡയറക്ടർക്ക് അധികാരമുണ്ട്, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ അധികാരമുണ്ട്. പക്ഷേ ഇവിടെ ഈ കേസിൽ വിജിലൻസ് ഡയറക്ടർ ഒരു ഇൻസ്ട്രക്ഷൻ പോലും കൊടുത്തിട്ടില്ല. മറിച്ച് അദ്ദേഹം ചെയ്തത് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാൻ SP സുകേഷിന് അധികാരം കൊടുക്കുകയാണ്. ഇവിടെ സുകേഷിനാണ് ഫൈനൽ റിപ്പോർട്ട് കൊടുത്തത്, അല്ലാതെ ഇവിടെ വിൻസെന്റ് എംബോൾ അല്ല ഫൈനൽ റിപ്പോർട്ട് കൊടുത്തത്. ഇവിടെ ഈ കേസിൽ നമുക്കറിയാം PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം PC ജോർജ് ആദ്യമൊക്കെ വളരെ വാചാലമായി മാണിസാറിന് വേണ്ടി വാദിക്കുകയും പാർട്ടിയിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം മറിച്ചു വാദിക്കുകയും ചെയ്യുന്ന വക്കീലാണ് PC ജോർജ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം അദ്ദേഹം ഇന്നൊന്ന് പറയും, നാളെ മറ്റൊന്ന് പറയും. ഞാൻ സമ്മതിച്ചു, ഞാൻ കുഴപ്പക്കാരനും ഏറ്റവും ഗുണമില്ലാത്തവനും കൈക്കൂലിക്ക് കൂട്ടു നിൽക്കാത്തവനും ഒക്കെയാണെന്ന് ഞാൻ സമയം കൂട്ടി നിൽക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ ഒറ്റ ചോദ്യം ആന്റണിയോട്. ആന്റണി രാജു ഇപ്പൊ ഉന്നയിച്ച ആർഗ്യുമെന്റ് എന്താ? KM കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ ആന്റണി രാജു ഡയറക്റ്റായിട്ട് സമ്മതിക്കുകയാണ്
മാണി കുറ്റക്കാരനാണ്. വിജിലൻസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ മാണിയെ കുറ്റക്കാരനെ കണ്ടെത്തി. പക്ഷെ ഞങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച്, ഭരണസ്വാധീനം ഉപയോഗിച്ച് വിജിലൻസ് ഡയറക്ടറെ കൊണ്ട് നിരപരാധി എന്ന് എഴുതിച്ചു എന്നല്ലേ ആന്റണി രാജു പറയുന്നതിന്റെ അർത്ഥം? ആന്റണി രാജു തന്നെ അത് മനസ്സിലാക്കാത്തെ. ഈ വക്കീലന്മാർ അതാണ് ശ്രീ ആന്റണി രാജു. ഇക്കാര്യത്തിൽ വിജിലൻസ് SP സുകേശന്റെ കണ്ടെത്തലുകൾ, അതിന്മേൽ വിജിലൻസ് ഡയറക്ടർ നടത്തുന്ന അന്തിമമായ തീർപ്പ്, പക്ഷേ കോടതിയിൽ നിങ്ങൾ ഉന്നയിക്കുന്ന വാദം ഇതല്ല, അക്കാര്യത്തിൽ കേവലമായ അഭിപ്രായം പറഞ്ഞു പോയി എന്ന് മാത്രമായി പറഞ്ഞ് അതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് കോടതി പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതുപോലെ അഭിപ്രായം പറയലല്ല, നിങ്ങൾ പറഞ്ഞതുപോലെ വിരുദ്ധമായി ഇക്കാര്യത്തിൽ അന്തിമ തീർപ്പെടുത്ത് അത് കർശനമായ നിർദ്ദേശമായി ഒരു കത്തായി നൽകലാണ് ഉണ്ടായതെന്ന്. അങ്ങനെ തീർപ്പുണ്ടാക്കാൻ വിജിലൻസ് ഡയറക്ടർക്ക് അധികാരമുണ്ട് എന്ന് സാങ്കേതികമായി തെളിയിക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ അഭിപ്രായം പറയുക മാത്രമാണ് പറഞ്ഞത് എന്ന ലഘുവാദം എന്തിനുന്നയിച്ചു? അല്ല, ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ അധികാരം ഉണ്ടായിട്ട് പോലും ഇവിടെ വിൻസെന്റ് എംബോൾ ആ അധികാരം ഉപയോഗിച്ചില്ല. മറിച്ച് അദ്ദേഹം സ്വാതന്ത്ര്യം SP സുകേഷിന് കൊടുക്കുകയാണ് ചെയ്തത്. ഈ ഫൈനൽ റിപ്പോർട്ടിന്റെ അവസാനം പറയുന്നത് എന്താ? ഇതാണ് നിഗമനങ്ങൾ, അന്തിമ തീരുമാനം SP എന്നുള്ള നിലയ്ക്ക് താങ്കൾക്കെടുക്കാം, താങ്കൾക്ക് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ വായിച്ചത് PC ജോർജിന് മനസ്സിലാകാത്തതിന് എൻ്റെ കുഴപ്പമല്ല, അത് PC ജോർജ് എങ്ങനെയോ വ്യാഖ്യാനം ചെയ്യട്ടെ. ഏതായാലും കോടതി ഇന്ന് നടത്തിയ നിരീക്ഷണങ്ങൾക്ക്, ചോദ്യങ്ങൾക്ക്, സംശയങ്ങൾക്ക് നാളെ ഉത്തരം കൊടുക്കുന്നതാണ് സുനിൽകുമാർ. ഇക്കാര്യത്തിൽ CRPCയിലെ തന്നെ ചില ഖണ്ഡികകൾ ഉദ്ധരിക്കുകയാണ് ആന്റണി രാജു ചെയ്യുന്നത്. അതിൽ എന്ത് കണ്ടെത്തൽ ഇനിയിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയാലും അക്കാര്യത്തിൽ വിജിലൻസ് ഡയറക്ടർക്ക് അദ്ദേഹത്തിന്റെ തീരുമാനം നടപ്പിലാക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യം നിയമപരമായി അനുവദിച്ച് നൽകുന്നുണ്ട്. അത് നാളെ കോടതിയെ ബോധ്യപ്പെടുത്തുന്നതോടെ ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ പാസീവ് കമന്റ്സിന്റെ പേരിലുള്ള വിവാദങ്ങൾ അവസാനിക്കുമെന്നാണ്. എൻ്റെ സുഹൃത്തെ, ഞാൻ ഒരു കാര്യം പറയാം. ആന്റണി രാജു ഒരു വക്കീലാണല്ലോ. അദ്ദേഹത്തിന്റെ വാദഗതികൾ നിയമം അറിയുന്ന ആളുകൾ കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അദ്ദേഹത്തിന് നിഗമനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ നിഗമനം നേരെ കോടതിയിലാണ് സമർപ്പിക്കേണ്ടത്. പക്ഷേ നമ്മുടെ കേരളത്തിലെ വിജിലൻസിന്റെ മാനുവൽ അത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഇറ്റ് ഈസ് ഓൺലി എ കോൺഫിഡൻഷ്യൽ ഡോക്യുമെന്റ് ഓഫ് ദി വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ്. ഇത് നിയമത്തിന്റെ യാതൊരു സാധുതയും ഇല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് വിജിലൻസ് ഡയറക്ടർ, ഈ നിയമം ഉണ്ടെങ്കിൽ വിജിലൻസ് ഡയറക്ടർ കർക്കശമായ നിർദ്ദേശം കൊടുക്കായിരുന്നില്ല, കേസില്ല എന്നുള്ള കാര്യം. എന്തുകൊണ്ടാണ് സുകേഷിനെ കൊണ്ടുവന്ന റിപ്പോർട്ട് കൊടുപ്പിച്ചത്? എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ വിജിലൻസ് ഡയറക്ടറാണല്ലോ റിപ്പോർട്ട് കൊടുക്കണ്ടേ. സുകേഷിന് എന്തുകൊണ്ടാണ് കോടതി റിപ്പോർട്ട് കൊടുത്തത്? എന്തുകൊണ്ടാണ് സുകേഷിനെ കൊടുക്കാൻ കഴിയൂ? എന്തുകൊണ്ടാണ്? ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ആന്റണി രാജു ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിയമവിരുദ്ധം, നിയമത്തിൽ യാതൊരു ഒന്നുമില്ലാത്ത കാര്യം അദ്ദേഹം വാദിക്കാൻ വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ നാളെ ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ മേൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ ഏതെങ്കിലും മേലധികാരികൾക്കോ ഏതെങ്കിലും രീതിയിൽ ഇടപെടാൻ അധികാരമുണ്ട് എന്ന ഏതെങ്കിലും ഒരു വകുപ്പ് ക്രിമിനൽ പ്രൊസീജിയർ കോഡിലുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഏതെങ്കിലും മേലുദ്യോഗസ്ഥന് ഈ കീഴുദ്യോഗസ്ഥന്റെ അന്വേഷണത്തിൽ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാം. എങ്ങനെ അന്വേഷണത്തിൽ വേണ്ട തെളിവുകൾ കൂടുതൽ ശേഖരിക്കേണ്ട കാര്യത്തെ പറ്റി സൂചിപ്പിക്കാം. പക്ഷെ നിഗമനത്തിൽ ഇടപെടാൻ കഴിയില്ല. ഇവിടെ എന്താ സുകേശന്റെ, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, സുകേശന്റെ നിഗമനം അല്ല, ഞാൻ വായിക്കാം സുകേശന്റെ നിഗമനം. ആ സുകേശന്റെ നിഗമനം എന്താണ്? ഡയറക്ടറുടെ ഡയറക്ഷൻ എന്താണ്? അന്വേഷണത്തിന്റെ മറ്റു റിപ്പോർട്ടുകൾ എന്താണ്? ഇതെല്ലാം കോടതി വരുത്താൻ കാരണം എന്താണ്? ഇവർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിനെ പറ്റി ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോ കോടതി ആ ഡോക്യുമെന്റ്സ് എല്ലാം ചോദിച്ചു. ആ ഡോക്യുമെന്റ്സ് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് സുകേശൻ പറഞ്ഞിരിക്കുന്ന കേസെടുക്കാനും ഡയറക്ടർ പറഞ്ഞിരിക്കുന്ന കേസെടുക്കേണ്ട എന്നുള്ളതുമാണ്. അതുകൊണ്ടാണ് ഫൈനൽ റിപ്പോർട്ടിനകത്ത് വ്യക്തമായി ഇദ്ദേഹത്തിന് പറയേണ്ടി വന്നതുകൊണ്ട് കേസെടുക്കാൻ കഴിയില്ലെന്ന് പറയേണ്ടി വന്നതുകൊണ്ടാണ് ഈ ഫാക്ച്വൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് വിരുദ്ധമായ റിപ്പോർട്ട് കൊടുപ്പിച്ചത് ഈ ഡയറക്ടറുടെയും ഗവൺമെന്റിന്റെയും ഇടപെടൽ മൂലമാണ്. എങ്ങനെ ഗവൺമെന്റും ഡയറക്ടറും ഇടപെടുന്നു എന്ന കാര്യമാണ് വിജിലൻസിന്റെ പ്രൊസീജിയറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഒരു ഉദ്ധരണി ഞാനിവിടെ വായിച്ചത്. അത് ഗവൺമെന്റിന്റെ നിർദ്ദേശം അനുസരിച്ചല്ലാതെ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഈ വിജിലൻസിനെ വെറും ഒരു പാവയാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇത് നാളെ കോടതി ചോദ്യം ചെയ്യപ്പെടും. ഡ്രൈവർ അമ്പിളി ഇവിടെ നുണപരിശോധനാ ഫലം പിന്നീട് വന്ന ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളുമായി ചേർന്നു പോകുന്നതും സാധൂകരിക്കപ്പെടുന്നതുമാണ് എന്ന് കോടതി കണ്ടെത്തിയ ഒരു നിരീക്ഷണം നടത്തുന്നു. മറ്റൊന്ന്, അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നതാണ് CRPCയുടെ ചട്ടം. അതുകൊണ്ട് തന്നെ സുനിൽകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്നെ തീർപ്പ് വിജിലൻസ് ഡയറക്ടറാണ് എടുത്തതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊണ്ട് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. വിജിലൻസ് അവരുടെ പ്രവർത്തനത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ മാനുവൽ കോടതിയിൽ പോയി ചലഞ്ച് ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ നിരാകരിക്കപ്പെടുമെന്നത് കൂടിയാണ് സുനിലിന്റെ വാദം. വിജിലൻസ് മാനുവലിന് ഫോഴ്സ് ഓഫ് ലോ ഉണ്ടെന്നുള്ളത് സുപ്രീം കോടതി, ഹൈക്കോടതി അതവിടെ നിൽക്കട്ടെ. ഞാൻ ഈ സുനിൽകുമാർ പിടിച്ചിരിക്കുന്ന CRPC പറയാം.
CRPC 157(2) സുനിൽകുമാർ എന്ന് വായിക്ക്. അതിൽ പറഞ്ഞിരിക്കുന്നത് എവരി ഫൈനൽ റിപ്പോർട്ട് സച്ച് superior officer may give such instruction to the officer as he thinks fit and shall, after recording such instructions on such a report, transmit the same without delay to the magistrate എന്ന് പറഞ്ഞാൽ സുനിൽകുമാർ എന്താ CRPC 157(2) വായിക്ക്. നിങ്ങൾ പറയാം 173(3) മാത്രം പറഞ്ഞിട്ട് മുഴുവൻ വായിക്കണം. ഞാനിവിടെ വായിക്കാം. അല്ലല്ല ഞാൻ വായിക്കാം. അല്ലല്ല ഞാനിവിടെ CRPC അതിൽ പറയുന്നത് ഞാൻ പറയാം, ഞാൻ കേക്ക്. സച്ച് superior officer may give such instruction to the CRPC 157(2) as he thinks fit എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അതായത് ഡയറക്ടർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം, അദ്ദേഹം നിഗമനങ്ങളിൽ എത്തുന്ന അനുസരിച്ചുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കാം, അതനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് പോലും പറയുന്നു. പക്ഷെ ഈ കേസിൽ അങ്ങനെയുള്ള ഇടപെടൽ പോലും ഡയറക്ടറുടെ ഭാഗത്തുണ്ടായില്ല. ഇവിടെ ഫ്രീ ഹാൻഡ് SP-ക്ക് കൊടുത്തു. ഞാൻ വായിക്കാം. അതായത് 157(2) അതായത് സച്ച് superior officer may give such instruction to the officer in charge of the police station. സമയപരിമിതി മൂലം ബിഗ് സ്റ്റോറി അവസാനിപ്പിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത VS സുനിൽകുമാർ, MLA, ആന്റണി രാജു, PC ജോർജ് എന്നിവർക്ക് നന്ദി. അല്പസമയത്തിനകം ന്യൂസ് ടുഡേ കാണാം. നമസ്കാരം.